ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വന്തം ശിങ്കു. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ വലിയ സുഖമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഗൈസ്. ഇറങ്ങോ, റൂമൊക്കെ മിസ് ചെയ്യും. എല്ലായിട്ടും എനിക്ക് വീഡിയോ തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പം എന്താ പറയാന്നറിയില്ല. പറഞ്ഞ കാര്യം ചെയ്യും. അവളുണ്ട്. ഇപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടല്ല, ഒക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ബർഗർ കഴിച്ചിട്ട് ഇവിടുന്ന് ടാക്സി ബുക്ക് ചെയ്തിട്ട് പോവാന്ന്. പിന്നെ വീട്ടിലത്തെ ഇൻട്രോ എനിക്ക് മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്കെന്തോ ഭയങ്കര സങ്കടം വന്ന്, എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല. ഫസ്റ്റത്തെ 2 വാക്ക് പറഞ്ഞു, പിന്നെ എല്ലാം ഫുള്ള് ബ്ലാങ്ക് ആയിപ്പോയി. അതുകൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മളിത് ഇവിടെ ഈ ബർഗർ കിങ്ങിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാലോ, അങ്ങനെ വെച്ച് വന്നിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഭയങ്കര ഫീലിങ്സ് അറിയത്തില്ല. ഓക്കെ, ഇപ്പം ഞാൻ അപ്പോൾ നമ്മൾ ബർഗറൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇപ്പോൾ ടാക്സിയിൽ കയറി കേട്ടോ. ഈ വ്ളോഗ് ഞാൻ എത്രത്തോളം എടുക്കുന്ന എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ആയിഷ വന്നിട്ടുണ്ട്. ആയിഷ ഞാൻ നടക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ആയിഷ മൂക്കിരുന്ന് വലിക്കുന്നു. അന്നേരം ആയിഷ കരയുന്നു. അറിയാത്തൊരാള് എനിക്കുണ്ട് അത് സ്വാഭാവികം. പിന്നെന്താ, അത് ശരിയാണ്. അടുത്തുള്ളവർ പോകുമ്പോൾ ഭയങ്കര വിഷമാണ്. എന്തായാലും ഒരു 20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എയർപോർട്ടിലെത്തും. ബാക്കി വിശേഷം അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇവിടെ ടാക്സി ബസ് അവിടെ നിർത്തും. കണ്ടോ, വെറണ്ടിൽ തന്നെ വരും. വാതിൻ്റെ അവിടെ ടാക്സി ഇവിടെ നിർത്തും. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നടക്കണ്ട. നമ്മൾ അങ്ങനെ എയർപോർട്ടിലെത്തിട്ടോ. നമ്മളെ ബസ് അവിടെ നിന്നാണ് നിർത്താം. ബസ് ഇറങ്ങിയിട്ട് വരാൻ സുഖം. നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കാലെത്താണ്. ടാക്സിയൊക്കെ ഈ ഭാഗത്താണ് നിർത്താം. അതാണ് വ്യത്യാസം. പിന്നെ അതേ ബസ് തന്നെ നമുക്ക് തിരിച്ചു പോവാം സ്റ്റോപ്പിൽ നിന്ന്. ഓക്കെ, ഇപ്പം മഞ്ഞ് പെയ്യുന്നുണ്ടല്ലേ. ഇനി നീ ഹാൻഡിൽ ചെയ്യോ? എനിക്ക് മടുത്ത്. ശിങ്കു വ്ളോഗ്സ് സങ്കടത്തിലാണ്. പറ്റുന്നില്ല ഗൈസ് വീഡിയോ പിടിക്കാൻ. എന്നാൽ പിന്നെ ഒരു കാര്യം ഏറ്റെടുത്തും പോയി ഈ ചാനൽ കൊണ്ടെടുക്കണമെന്ന് എല്ലാം പറയുന്നാലേ. അതുകൊണ്ട് ഇവരൊക്കെ മുന്നിൽ പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പങ്കെടുക്കും ഐശ്വര്യമുള്ളൊരു സമാധാനം. അപ്പോൾ ഇക്കാൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് സ്മാർട്ട് വീവ് 216 കേട്ടോ. മോസ്കോ ഓൺ ടൈം ആണെല്ലാം. എല്ലാം കണ്ടോ, എയറോഫ്ലോട്ട് ഉണ്ട്, സ്മാർട്ട് വീവ് ഉണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു എയർപോർട്ടും കാര്യങ്ങളും. ഇവിടെ നമുക്ക് വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുക. പിന്നെ ഇതാണ് കേട്ടോ ഫ്ലൈറ്റ്. കണ്ടില്ലേ,
ഫ്ലൈറ്റ് ഇവിടെ നിന്നാട്ടോ, കുഞ്ഞ് എയർപോർട്ടാണ്. ഇതൊരു ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് മഞ്ഞത്ത്, കണ്ടില്ലേ? അത് റഷ്യൻ്റെ ഒരു ഫ്ലൈറ്റാണ്. പിന്നെ അവിടെ ഒരു ചെറിയ ഫ്ലൈറ്റ് ഉണ്ട്, ഒരു ഫ്ലൈറ്റ് അങ്ങനെ അത്ര കണ്ടിട്ടില്ല. കുറച്ചുകൂടി വലുതാക്കി. നമ്മൾ പോകുന്നതും ഒരു സമ്മർ ടൈമിലല്ലേ, വിന്ററിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ വിന്ററിലാണ് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ എടുക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടേക്കില്ലേ. ഇതാണ് നമുക്ക് അവിടെ ഒരാൾ ചെക്ക് ഇൻ ചെയ്യാൻ പോയി. ചെക്ക് ഇൻ ചെയ്തിട്ട് ഇതിന് ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റ് ഇപ്പൊ എടുക്കും. കാണിക്കണം വേണ്ടല്ലോ. അങ്ങോട്ടായിരിക്കും പോകുന്നത്, നമ്മൾ ബാക്കിലായിരിക്കും. ഒരു ദിവസം നമുക്ക് ഇനി ആസ്വദിക്കാൻ തപ്പിപ്പോ. മഞ്ഞ് മാറ്റി കൊടുക്കണം. ഇതാണ് എയർപോർട്ട്. സിംഗു വ്ളോഗ്സ് തപ്പി നടക്കുകയാണ് യാസിൻ വ്ളോഗ്സിന്. നമുക്കിവിടെ എയർപോർട്ടിൽ കയറാൻ പൈസ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ എക്സ്ട്രാ ഫീസ് ഒന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. അത് നല്ലൊരു കാര്യം അല്ലേ, നമ്മുടെ നാട്ടില് പുറത്ത് വെച്ച് പിരിയണം. നമുക്കാവുമ്പം ഇതേപോലെ നമുക്ക് നമ്മളുടെ ആൾക്കാർ പോകുന്ന ഇതേപോലെ ബാഗേജൊക്കെ ഇവിടെ നോക്കാം. പ്രശ്നമില്ലല്ലേ, എവിടെയാണ് എയറോഫ്ലോട്ടാണ് ഇവിടെ കൂടുതലും. ഇവിടെ ആട്ടോ ബാഗ് ചെക്ക് ഇൻ ചെയ്യുന്നത്. പിന്നെ ബസ് വന്നത് ഇവിടെ ഇറങ്ങാൻ പറ്റും, പെട്ടെന്ന് കയറി വരാനും പറ്റും. നാട്ടിലെ പോലെയല്ല, കുറച്ചും കൂടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം അകത്ത് കയറാം. ഇവിടുന്ന് ബാഗ് ചെക്ക് ഇൻ ചെയ്ത് കഴിയുമ്പം ഇതിനകത്തോട്ടാണ് പോകേണ്ടത്. ശരാം, ഇതിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. എല്ലാരും വെയിറ്റിങ്ങിലാണ്. അതിനൊക്കെ ആദ്യം ബാഗോട്ട് ഓടിയിട്ടുണ്ടോ നോക്കാം. ചെക്കിങ് ചെയ്ത് വെച്ചാൽ അത്രയും പിന്നെ മറ്റു ബാഗ് ഇട്ട് പോകും. ഇനിയും സ്ഥലമുണ്ടല്ലേ ഒരുപാട്. പിന്നെ എന്താ വിഷയം, അവരൊരു കഴിച്ച സാധനം ഇതാണ് ആ കുടിക്കുള്ളിൽ ഇത് കേറ്റണം. സ്മാർട്ട് ടിവിക്ക് മാത്രമേ, സ്മാർട്ട് ടിവി എന്ന് വെച്ചാൽ വേറൊരു എയർലൈൻ ആട്ടോ. നമുക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമില്ല. നാട്ടിലത്തെ പോലെ ബഡ്ജറ്റ് എയർലൈൻസ് ലൈക്ക് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എയറോഫ്ലോട്ട് എന്ന് വെച്ചാൽ റഷ്യൻ എയർലൈൻസിൽ പോയി ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ കയറ്റി വിടും. ക്യാബിൻ ബാഗ് ഇതേ വന്ന സ്മാർട്ട് ടിവിയുടെ ഇത്ര ചെറിയ സാധനത്തിലാണ് വെക്കുക. അപ്പോൾ ചെക്കിങ് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് ചെക്കിങ് ചെയ്യാം. പിന്നെ ബോർഡിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ കയറി പോയാൽ മതിയല്ലോ. സ്മാർട്ട് ടിവി തുടങ്ങിയിട്ടുണ്ട്. അശ്വിനിക്കാക്ക് വേണ്ടി ക്യൂ നിൽക്കുവാണ്. ശിങ്കു ഇത്ര പേരുണ്ട്. ഇനി നമ്മളടുത്തെത്തി, കുറച്ചുകൂടെ ക്യൂ ഉള്ളൂ. ക്യൂട്ട് ബേബി. പറയ്, നോക്കാല്ലേ നമുക്ക് ലഗേജ് ഒക്കെ എത്ര വെയിറ്റ് വേണം. പറ്റിക്കുവാണോ ഇനി പോകുന്നെന്ന് പറഞ്ഞിട്ടല്ലേ? അവിടം വരെ പോയിട്ട് തിരിച്ചു വരുവോ?
ബാഗ് വെക്കുമ്പോൾ അതിൽ വെയിറ്റ് അറിയാം. 7 വെറും 7 kg. എല്ലാം അവിടെ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നു ഡയറ്റ്. ബാഗിലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് ബാഗ് പോവുക. ബൈ ബൈ ബാഗ്. ബാഗ് പോയി. ഇനി ഹാൻഡ് ലഗേജ് അത് ഒട്ടിച്ച്. അപ്പോൾ സക്സസ്ഫുള്ളി അത് കഴിഞ്ഞു. ഇനി അടുത്തെന്താണ്? പാസ് കിട്ടി. ഇനി ബോർഡിംഗ് ടൈം ആകുമ്പോൾ കയറിയാൽ മതി അല്ലേ? അതുവരെ നിങ്ങളുടെ ലാസ്റ്റ് കുറച്ച് ലിറ്റിൽ മൊമെന്റ്സ് നോക്കട്ടെ. ബോർഡിംഗ് പാസ് കാണിക്കണം. ബോർഡിംഗ് പാസ് അപ്പോൾ ഗൈസ് ഞാൻ അർക്കാങ്കിൾസിൽ നിന്ന് പോവാണ്. ഇപ്പോൾ 3 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം എന്താ ബോർഡിംഗ് പാസ്സൊക്കെ കയ്യിൽ കിട്ടിക്കണ്ടല്ലോ. എന്താ അപ്പം ഇവളെ നിങ്ങളെല്ലാവരും നല്ലപോലെ നോക്കണം. അയ്യോ പിന്നെന്താ എല്ലാവരും അർക്കാങ്കിൾസിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ട കുറേ പേരുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പിന്നെന്താ നന്ദി. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. എന്തൊരു വിഷമം പറയാനൊന്നും കിട്ടുന്നില്ല. ഞാൻ യാസീൻ വ്ളോഗ്സിനും വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല. എന്താ പറയണ്ടത്? ഒന്ന് ഇവിടുന്ന് ഇവരെ വിട്ട് പോയിട്ട് ഒന്ന് സെറ്റ് ആവണം. എന്നാലേ ദിവസം ഉണ്ടാവും. അതൊരു 2-3 ദിവസം എടുക്കുമെന്ന് ട്രാക്കിലെത്താൻ അല്ലേ? അപ്പോൾ ഗൈസ് പോയിട്ട് വരാം. ഇപ്പോൾ കൂളായി. ഇവിടെ എന്താ പ്രശ്നം? ഇല്ല നിങ്ങൾ പോ. അപ്പം ഓക്കെ ബൈ. നിങ്ങൾ വേഗം ചെല്ലിട്ടോ. ടാറ്റ എടുക്ക്. ചെല്ലേ ഓട്.
എല്ലാം എടുത്തില്ലേ? പാസ്പോർട്ട് ഇവിടെ ഉണ്ട്. അവിടെ പോയാ ഇഞ്ഞോ? ആ അതേണ്ട്. ഇച്ചിരി കണ്ടു കിട്ടിയിട്ടുണ്ട്. കൈ എനിക്ക് അല്ലേ, പോട്ടെ, റിലാക്സ് ആട്ടെ. ഞാൻ അവിടുന്ന് കൈ കണ്ടിട്ട് വേറൊരു പെണ്ണും ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പിരിഞ്ഞില്ലല്ലോ പൈസ വന്നിട്ടുണ്ട്. ഞാൻ യാസിനൊക്കെ പോയിട്ടോ. ഇത് നമ്മളിപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഈ ബസ് കയറി പോകണം. ആ ബസ് സ്റ്റോപ്പ് അവിടെയാണ്. അപ്പോൾ നമ്മൾക്ക് ബസ് കയറുന്നത് അവിടെയാണ്. ഇവിടെ തന്നെ ഇതാണ് എയർപോർട്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ബസ് ഉണ്ടാവും. ബസ് കയറി പോകാനുള്ള പരിപാടി. എനിക്ക് യൂണിവേഴ്സിറ്റി പോകണം. ആയിഷമ്മക്ക് വർക്കിൻ്റെ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. പോണ വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ട് ഈ വ്ളോഗ് നമ്മളെ അർഹാങ്കൽസ്കിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ബാക്കി മേ ബി യാസീനിക്ക് തന്നെ പറഞ്ഞ് ചെയ്യൂട്ടോ. നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. അവസ്ഥ ഇതായി പോയി. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ അവസ്ഥ ഇതായി പോയി. ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അല്ലേ? എനിക്കെന്താണെന്നറിയോ, ഇവരെന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ കാൽ തന്നെ പെട്ടെന്ന് ആ ക്യാമറ ഓണാക്കിയപ്പം നമുക്കൊരു കംഫർട്ടബിൾ ആൾക്കാവുമ്പോൾ നമ്മുടെ സങ്കടം ഇങ്ങനെ പൊട്ടൂലേ, അതുപോലെ എനിക്ക് പൊട്ടി. എനിക്കൊന്നും പറയാൻ പറ്റും. ഞാനിവരെന്ത് ഇന്ന് ക്യാമറ ഓണാക്കി എല്ലാ ദിവസവും ചോദിക്കുമ്പോഴല്ലേ എല്ലാവർക്കും സുഖമില്ലേ, ഇവിടെ സുഖമില്ല, ആ ഒരു രീതിയിൽ എനിക്ക് ബാക്കി പറയാൻ പറ്റില്ല. ഇതേ മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട്. ഇത് സങ്കടം. മിക്കത് ഞാൻ പോണ വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ മാക്സിമം ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം യാസീനൊക്കെ പോയി. ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒറ്റക്കായി. പിന്നെന്താ വേഗം തിരിച്ചു വരും എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നാലും ഇവിടെ നമുക്ക് അത് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തവരില്ലെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് സ്റ്റക്കായി നിന്ന് പോകുന്നൊരു ഡേയ്സ് ആണല്ലേ. ഭയങ്കര പാടുപെട്ട് കുറേ ടൈം എടുത്ത പോലെ തോന്നും. വിന്ററായി അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും. അപ്പം ഇതെന്ന് വെച്ചാൽ റബ്ബർ ബന്ധ് പോലെ തിരിച്ചു വരില്ല ഗൈസ്. മൂപ്പര് യാത്ര തുടങ്ങിയേക്കാണ്. അപ്പം ഇങ്ങനെയൊക്കെ അതിന് നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോയി സംസാരിച്ചാലോ. മെൽറ്റിംഗ് തുടങ്ങി അല്ലേ? നമുക്ക് ബസ് കിട്ടിട്ടോ. പോവാണ് ഇപ്പം. ബസ് കയറിയിട്ട് കാണിച്ചുതരാം. ബസ് ഫുള്ളായിട്ടാണ് എടുത്തത്. ആൾക്കാർ നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം നല്ല വൈറ്റ് ട്രീസും കാര്യങ്ങളും.